ഇപ്പോൾ ബാലരാമപുരത്ത് ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട SP മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ വ്യക്തത വന്നില്ലേ? അല്ല, അതിൽ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലങ്ങളാണ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ഇതിൽ ആവശ്യമുണ്ട്. ഇത് മാനസികരോഗത്തെ തുടർന്ന് ഈ കൊലപാതകം നടത്തിയെന്നുള്ള ഫൈൻഡിങ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള ആളാണ്. ഇത് ഒരാളെ ഉള്ളൂ, ഹരികുമാർ മാത്രമേ? അത് അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇന്നൊരു ജോലിസിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി എന്തെങ്കിലും പങ്കുണ്ടോ? അതിപ്പോൾ ഉണ്ടോന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ ഈ അവസരത്തിൽ പറയാൻ നിർത്തിയില്ല. അതിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹരികുമാറാണ്, അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതാണ് അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ആള് മാനസികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല. അതാണ് അതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അദ്ദേഹം ഈ കണക്ക് കൂട്ടാനോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ പോലും അറിയാത്ത ആളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? ഇവിടെ വാട്സപ്പിൽ സഹോദരങ്ങൾക്ക് അത് നമ്മൾ അതിൻ്റെ FSL എക്സാമിനേഷൻ കൂടി റിസൾട്ട് കൂടി വന്നതിന് ശേഷം അതിൻ്റെ വരാൻ പറ്റും. അവർ തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടണം, അതുണ്ടോ? അത് നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. അന്ധവിശ്വാസത്തിന്റെ എലമെന്റ് ഉണ്ടോ സാർ? ചുരുക്കത്തിൽ ഈ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണോ? അല്ലല്ല, അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് 24 ഹവറായി ഇവരൊക്കെ കയ്യിലുണ്ട്, മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്, എന്നിട്ട് സാധാരണ അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലാവണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ 2 ആഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നവർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി വിളിപ്പിച്ചാണ്. അതെ, അതിൽ കുറെ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല, അതിൽ അങ്ങനെ ആ പരാതി 2 ആഴ്ച മുമ്പ് ഒന്നാണ്. ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് എന്നുള്ള പരാതി. ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ഈ പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? അല്ല, അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. 36 ലക്ഷം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും അയാൾ ഓൺ ചെയ്യുന്നില്ല. പ്രതി കസ്റ്റഡിയിലെ പ്രതിയാണ് ഈ പറഞ്ഞ മാനസിക പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? അല്ല, അതിപ്പോൾ മുഴുവൻ അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. ഈ കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ? അവരിപ്പോൾ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊന്നും പറയാൻ സാധിക്കില്ല. അല്ല, ഇന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റും വിളിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അടുത്ത നടപടി എന്താണ്? ഇതിന്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്, ഇതിന്റെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റും. അത് എന്തെങ്കിലും ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഫലമുണ്ടനം ചെയ്തു എന്ന് പറയുന്നത് അല്ല, അത് ഇപ്പോൾ അവരെ ചോദിക്കണം വിശദമായിട്ട്. അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്ത് വരുന്നത്. ഈ വാടക വീട്ടിൽ താമസിക്കുന്നതാണ്, സ്ഥിരമായി വലിയ വരുമാനമില്ലാത്ത സ്ത്രീയാണ്. അപ്പോൾ ഈ 36 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ റവന്യൂ. അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത്. പല ആളുകളും അവരുടെ വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം, അവർ കൊടുത്തിട്ടുണ്ടോ അവരോട് ചോദിക്കണം. അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാവും. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് നൽകുന്നത്. അങ്ങനെയില്ല. അതിൽ ഈ സംഭവം പിന്നെ ഹരികുമാർ ഇത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതാണ്ടൊരു വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞത് വ്യക്തി താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഹരികുമാറിന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത്. അറിയില്ല, എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഹരികുമാർ ഈ കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ്? കുടുംബം അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറഞ്ഞാൽ ഇതിൽ കാര്യമില്ല, അങ്ങനെ പറയാനും പാടില്ല. കുടുംബത്തിന് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ കുടുംബം അത് അങ്ങനത്തെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാം. ഈ പറയുന്ന ലേഡിയെ പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹരികുമാറിനെയോ അല്ലെങ്കിൽ ഹരികുമാറിന്റെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയോ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമെന്ന് ഈ ജോത്സ്യം പറയുന്നുണ്ടോ? പരിചയമുണ്ട്, അവരവിടെ പോയിരുന്നു. അല്ല, അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ദിവസം സമയം എടുക്കണം. എത്ര നാളായി മാനസിക പ്രശ്നമുണ്ട്? അവർ പറയുന്നത് ഒരു 6-7 വർഷമായിട്ടുണ്ടെന്ന് പറയും.
അതിന്റെ തെളിവുകൾ സോൾഡായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹരികുമാർ മാത്രമല്ല, അമ്മയും പറയുന്നുണ്ടല്ലോ. അല്ല, നമ്മളത് പോലീസ് നിലയിൽ അത് അന്വേഷിച്ചു. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അത് തെളിയിക്കാൻ എന്തെങ്കിലും സോൾഡായിട്ട് എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ? ഇയാൾ മാനസിക പ്രശ്നത്തിന് നേരിടുന്ന ആളാണ്. അല്ല, അതിന്റെ ഇപ്പോൾ ഡോക്ടറെ കണ്ട് ചോദിക്കണ്ടേ? ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കണം, അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കണം. അല്പം അയാൾ ടാബ്ലറ്റ്സ് കഴിക്കണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ ഡോക്ടറുമായി ഒരാശയം അല്ല, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിയ ഒരാളെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല സാർ, ഇതിനകത്ത് പ്രശ്നം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അല്ല സാർ, ഇതിനകത്ത് ഇപ്പം എന്താ പ്രശ്നം, പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുള്ള് ഈ പ്രതിയുണ്ട്. ഒരു ദിവസം ഇപ്പം ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട്. എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും പ്രാഥമികമായിട്ട് അയാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ ഒരു നോർമൽ അല്ല. സാർ, ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു? അങ്ങനെ തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ജോൾസിന്റെ വീട്ടിൽ ഏതാണ്ട് 10 ദിവസത്തോളം ഇയാൾ ജോലിക്ക് വരുന്നു പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളങ്ങനെ ജോലിക്ക് വരുന്നു. അല്ല, അതൊക്കെ നോക്കണം, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ജോലിക്ക് വയ്ക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല മൊഴികളും വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അമ്മയ്ക്കെതിരെ ഭർത്താവ് ശ്രീജിത്തിന്റെ മൊഴി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരുടെ പങ്ക് അന്വേഷിക്കണം, അവർക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രീധുവിനെതിരെ ആരെങ്കിലും? ഇല്ല, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ സ്റ്റേജിൽ അങ്ങനെ അതിലേക്ക് അല്ല, ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. SSPയുടെ പ്രതികരണമാണ് കണ്ടത്. പ്രതി നിരന്തരം മൊഴി മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വ്യക്തത വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും. ഒരാൾ മാത്രമാണ്, അതായത് ഹരികുമാർ മാത്രമാണ് പ്രതി എന്ന് ഇപ്പോൾ പറയാനാകില്ല. പൂജാരിയെ ചോദ്യം ചെയ്തത് ഈ കുടുംബവുമായി ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പൂജാരിയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് SPയുടെ പ്രതികരണം. ഇപ്പോഴും എന്തിനു വേണ്ടി ഹരികുമാർ ഈ കൊലപാതകം നടത്തിയെന്നതിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതോ വ്യക്തത വന്നിട്ട് മാധ്യമങ്ങളോട് അക്കാര്യം തുറന്നു പറയാത്തതാണോ എന്നതിലാണ് ഒരു വിവരങ്ങൾ ലഭ്യമാകേണ്ടത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് SPയുടെ പ്രതികരണം? ജിൽസി, ഇതിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് SPയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിൻ്റെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ SPയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ പ്രതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നയാളാണ് എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത്. നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആൾ ഒരു മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല. പക്ഷേ ഈ വീട്ടുകാർ, ഈ ഹരികുമാറിന്റെ അമ്മയും മറ്റ് ബന്ധുക്കളും അടക്കം പറയുന്നുണ്ട്, ഇയാൾ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മരുന്ന് കഴിച്ചു പോരുന്ന ആളാണ് എന്നുള്ള മറുപടി മാത്രമാണ് SP സുദർശനൻ പറയുന്നത്. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് ഹരികുമാർ ആണ് എന്ന് പോലീസ് തീർത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്തിന് ചെയ്തു എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും അവ്യക്തത തുടരുന്നു. അത് ഒരുപക്ഷെ മാധ്യമങ്ങളോട് പറയാത്താണോ എന്ന് ചോദിക്കുമ്പോൾ, വീട്ടുകാരുടെ മൊഴിയടക്കം ഏത് രീതിയിലാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ DYSP പറഞ്ഞ മറുപടിയോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് SPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പ്രതിയെ ഒരു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അത് മാത്രം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള മറുപടി മാത്രമാണ് SP സുദർശനൻ പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരാളെ പോലും കുറ്റവിമുക്തരാക്കിയിട്ടില്ല. എല്ലാവരും സംശയത്തിന്റെയും ചോദ്യത്തിന്റെയും ഇടയിലാണ്. ഇതിനകത്ത് അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരത്തിന്റെയും ഒരു എലമെന്റ് ഇല്ല എന്ന് പോലീസ് തീർത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇന്ന് കസ്റ്റഡിയിലെടുത്ത പൂജാരിയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ ഈ കുടുംബം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി മാത്രമാണ് ഈ പൂജാരിയെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അതല്ലാതെ ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെയോ ആഭിചാരത്തിന്റെയോ ആയിട്ടുള്ള ഒരു എലമെന്റും ഇല്ല എന്ന് പോലീസ് തീർത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 36 ലക്ഷം രൂപ ഈ കുടുംബം വിവിധ സമയങ്ങളിലായിട്ട് ഈ പറയുന്ന ഈ ജോൽസിനെ കൊടുത്തിട്ടുണ്ട്, പൂജാരിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ആ പൂജാരിക്ക് കൊടുത്ത പൈസ എവിടുന്ന് ഇവർ കളക്ട് ചെയ്തു, ഇവർക്ക് എവിടുന്നാണ് കൊടുത്തത്, ഇവർക്ക് ആരാണ് ഈ പൈസ, ഈ മൊത്തമായിട്ട് ഇത്ര ലക്ഷം രൂപ കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമായി നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതിയെ അല്പസമയത്തിനകം ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കും. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്കാണ് ഈ പ്രതി ഹരികുമാറിനെ കൊണ്ടുപോവുക. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. ഓപ്പൺ കോടതി സമയം അവസാനിച്ചതിനാൽ ഈ പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും ഹാജരാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയപ്പോഴും നിർവികാരനായിട്ട് മാത്രമാണ് ഈ പ്രതി പോലീസ് ജീപ്പിലേക്ക് കയറിയത്. ഇന്നിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പ്രതിയെ ഈ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. എന്തായാലും ഇക്കാര്യത്തിനകത്ത് ഒരു തരത്തിലുമുള്ള ഒരു വ്യക്തത വരുത്താൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഷിജോ, അധികം വൈകാതെ തന്നെ ഹരികുമാറിനെ പുറത്തേക്ക് ഇറക്കുമോ? ദിവ്യ, ഹരികുമാറിനെ പുറത്തേക്ക് ഇറക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഈ കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് ഹരികുമാറിനെ അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിൽ നിന്നിറക്കി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് ഹാജരാക്കേണ്ടത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണമെങ്കിൽ, ഓപ്പൺ കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ അത് 5 മണിക്ക് മുമ്പ് തന്നെ അധികം വൈകാതെ തന്നെ ഹരികുമാറിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. ഓപ്പൺ കോർട്ട് സമയം കഴിഞ്ഞതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ആദ്യം വൈദ്യപരിശോധന നടത്തും. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.